ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഇന്ന് നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ന്യൂസ് ഡിസ്കഷൻ അനാലിസിസിലെ ഇന്നത്തെ ടോപ്പിക്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എയർലൈൻ ഇൻഡസ്ട്രിയാണ്. ലോകത്തിലെ ഏറ്റവും ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എയർലൈൻ ഇൻഡസ്ട്രിയാണ്. ഏറ്റവും ലോവസ്റ്റ് മാർജിനിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയും എയർലൈൻ ഇൻഡസ്ട്രി തന്നെയാണ്. എന്താണ് ഈ ലോവസ്റ്റ് മാർജിൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ഇതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. മാർജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 100 റുപ്പീസിൻ്റെ സെയിൽസ് നടക്കുമ്പോൾ എത്ര രൂപ കമ്പനിക്ക് പ്രോഫിറ്റായിട്ട് വരുന്നു എന്നുള്ളതാണ് ശരിക്കും മാർജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എയർലൈൻ കമ്പനികളുടെ മാർജിൻ എപ്പോഴും മോസ്റ്റ് പ്രോബബ്ലി നെഗറ്റീവായിട്ടാണ് വരാറ്. എയർലൈൻ കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമി ഭയങ്കരമായിട്ട് ബൂസ്റ്റഡ് അപ്പായിട്ട് നിൽക്കുന്ന സമയവും, എന്നാൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഏറ്റവും താഴെ നിൽക്കുന്ന സമയമാണ്. സാധാരണയായിട്ട് ഇത് രണ്ടും കൂടെ, കാരണം അവരുടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് അവർക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജെറ്റ് ഫ്യൂവൽ എൻജിൻ എന്ന് പറയുന്നത് അവരുടെ ജെറ്റ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ആ ഓയിലിൻ്റെ പ്രൈസാണ്. ഏറ്റവും വലിയ വേരിയബിൾ കോസ്റ്റ് അതാണ്. ആ കോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്തോറും അത് എക്സ്പൊണൻഷ്യലായിട്ട് കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ എയർലൈൻ പോലും ഇന്ത്യയിൽ ഇന്ന് വരയ്ക്കും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റബിളായിട്ട് നിന്നിട്ടില്ല. എയർലൈൻ കമ്പനികളെല്ലാം തന്നെ താഴ്ചയിൽ നിന്നും താഴ്ചയിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ആദ്യം ടാറ്റാസാണ് ഇന്ത്യയിൽ എയർലൈൻ തുടങ്ങിയത്. ടാറ്റാസ് തുടങ്ങിയ എയർലൈൻ പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയായിരുന്നു. അതാണ് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയോട് ചേർന്ന് പിന്നീട് എയർ ഇന്ത്യ എന്ന് പറയുന്ന വലിയ കമ്പനിയായി മാറിയത്. എയർ ഇന്ത്യയുടെ സ്റ്റോറി നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ലോസ് മേക്കിംഗ് കമ്പനീസ് ഇൻ ഇന്ത്യ. പിന്നീട് പ്രൈവറ്റ് പ്ലേയേഴ്സ് നിറയെ പേര് വന്നു. പ്രൈവറ്റ് പ്ലേയേഴ്സ് വന്നതിൽ ഇന്ത്യയിൽ പിന്നീട് വന്ന ഏറ്റവും വലിയ പ്രൈവറ്റ് പ്ലെയർ ആയിരുന്നു എയർ ഡക്കാൻ. നിങ്ങൾ മൂവി കണ്ടിട്ടുണ്ടാവും. എയർ ഡക്കാൻ്റെ സ്റ്റോറി ഇൻസ്പയറിംഗ് ആണ് മൂവിയിൽ. പക്ഷേ എയർ ഡക്കാൻ്റെ സ്റ്റോറി ശരിക്കും എൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാൽ 2006 2004 തന്നെ വിജയ് മല്യയായിട്ട് എയർ ഡക്കാൻ വിൽക്കുന്നതിനെ പറ്റി ആലോചനകളുണ്ടാവുകയും 2006-2007 എയർ ഡക്കാനെ വിജയ് മല്യ ഏറ്റെടുക്കുകയായിരുന്നു. 2005 എയർ ഡക്കാൻ വലിയ ലോസിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ജസ്റ്റ് ബ്ലീഡിങ് എന്ന് പറയുന്നത്. പിന്നീട് ഏറ്റവും വലിയ എയർലൈൻസ് ആയിരുന്നു കിങ്ഫിഷറിൻ്റെ സ്റ്റോറി നിങ്ങൾക്കറിയാം. ഇറ്റ് ഓൾസോ വൗണ്ട് അപ്പ്. കിങ്ഫിഷർ കാരണം കിങ്ഫിഷറിൻ്റെ മുതലാളി ഇപ്പോൾ ഇന്ത്യയിൽ പോലും ഇല്ല. ആ ഒരവസ്ഥയാണ്. മൂന്നാമതായിട്ട് ജെറ്റ് എയർവേസ് ആയിരുന്നു ഇന്ത്യയിലെ പിന്നീട് ഏറ്റവും വലിയ എയർലൈൻ ആയിരുന്നത്. ജെറ്റ് എയർവേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ വൗണ്ട് അപ്പ് നൗ. ജെറ്റ് എയർവേസ് ഇപ്പോൾ ടെക്നിക്കലി നോൺ എക്സിസ്റ്റൻ്റ് ആണ്. ഒരു ഫ്ലൈറ്റ് പോലും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അടുത്ത സ്റ്റോറി നോക്കുകയാണെങ്കിൽ സ്പൈസ് ജെറ്റ് 2013 കലാനിധി മാരൻ എന്ന് പറയുന്ന ആളായിരുന്നു ശരിക്കും സ്പൈസ് ജെറ്റ് ഓൺ ചെയ്തിരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണ് കലാനിധി മാരൻ പിന്നീട് സ്പൈസ് ജെറ്റ് വിൽക്കുകയാണ് ചെയ്തത്. സ്പൈസ് ജെറ്റ് ഇപ്പോഴ് വലിയ പ്രോഫിറ്റിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, വലിയ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പൈസ് ജെറ്റും കണ്ടിന്യൂസ് ലോസസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും വലിയ എയർലൈനാണ് ഇൻഡിഗോ. ഇൻഡിഗോയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇൻഡിഗോ പ്രോഫിറ്റിലല്ല, വലിയ ലോസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 2000 crores അവർ ലോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ ഇന്ന് വരയ്ക്കും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ടിരുന്ന ഒറ്റ പബ്ലിക് ലിമിറ്റഡ് എയർലൈൻ കമ്പനി പോലും ഉണ്ടായിരുന്നില്ല. സോ ഏറ്റവും ലാഭകരമല്ലാത്ത ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എയർലൈൻ ഇൻഡസ്ട്രി തന്നെയാണ്. ഇത് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ട്രാവൽ ഇൻഡസ്ട്രി അല്ല, പക്ഷേ എയർലൈൻ ഇൻഡസ്ട്രി ഏറ്റവും ലാഭകരമല്ലാത്ത ഇൻഡസ്ട്രിയാണ്. ട്രാവൽ ഇൻഡസ്ട്രിയിൽ
ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നിറയെ കമ്പനികളൊക്കെ ഉണ്ട്, അവയെല്ലാം പ്രോഫിറ്റിൽ പോകുന്നുണ്ട്. പക്ഷേ എയർലൈൻ ഇൻഡസ്ട്രി ഇതുവരെയായിട്ടും ഒരു ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഇന്ന് വരയ്ക്കും ഇന്ത്യയിൽ ഒരു കമ്പനി പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അനാലിസിസ് മണിമന്ത്ര വെബ്സൈറ്റിൽ ലഭ്യമാണ്. എല്ലാവരും വായിക്കുക സമയം കിട്ടുമ്പോൾ. ആ റിപ്പോർട്ട് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് 3ാമത്തെ സെഷനാണ്. യൂസ് റെഡി പാസ്വേഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യുക. ആ സെഷൻ കാണുക, കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്. ഈ ഒരു